ഹലോ, വെൽക്കം ടു പച്ചം സ്റ്റോറി. ഇത് വിദ്യയാണ്. ഇന്ന് ഒരു ത്രിഫ്റ്റ് സ്റ്റോർ വീഡിയോ ആണ്. ഞാൻ എപ്പോഴും എൻ്റെ വീടിൻ്റെ ടൂറൊക്കെ ഇടുമ്പോൾ ഇത് ത്രിഫ്റ്റ് സ്റ്റോറിൽ നിന്നാണ്, അത് ത്രിഫ്റ്റ് സ്റ്റോറിൽ നിന്നാണെന്നൊക്കെ പറയുമല്ലോ. അപ്പം പലരും ചോദിച്ചിട്ടുണ്ട്, വോട്ട് ഡു യു ബൈ, വോട്ട് ഡു യു ലുക്ക് ഫോർ വെൻ യു ഗോ ടു എ ത്രിഫ്റ്റ് സ്റ്റോർ. അപ്പോൾ അത് ഒന്ന് ഷെയർ ചെയ്യാന്ന് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പോൾ ഇന്ന് പോസിബിളി ഒരു 2 ത്രിഫ്റ്റ് സ്റ്റോറിൽ പോകാമെന്ന് വിചാരിക്കുന്നു. എന്തിനാ പോണേ? വെറുതെ വായി നോക്കാൻ ഒരാവശ്യമില്ല, ഒരു സാധനത്തിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഐ എം പേഴ്സൺ ഹൂ ലൈക്ക് ഒരു കടയിൽ നടക്കുമ്പോഴാണ് എൻ്റെ തലയിൽ ഓരോ ഐഡിയ വരിക. ഇതിങ്ങനെ ഉപയോഗിക്കാമല്ലോ, എനിക്ക് ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ വിചാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അത് കാരണം എനിക്ക് ഒറ്റയ്ക്ക് പോകാനാണ് ഇഷ്ടം. ബിക്കോസ് വേറെ ആളുണ്ടെങ്കിൽ വർത്താനം പറഞ്ഞ് എൻ്റെ ആ ട്രെയിൻ ഓഫ് തോട്ട് മുഴുവൻ പോവും. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ്, അതാണ് വീഡിയോ ഇങ്ങനെ എടുക്കണേ. അപ്പോൾ നമുക്ക് നോക്കാം എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സാധനങ്ങൾ വല്ലതും കാണണ്ടോ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ത്രിഫ്റ്റ് സ്റ്റോർ, ബ്ലൂ റിഡ്ജ് ഹോസ്പൈസ് ഷോപ്പ് എന്ന് പറഞ്ഞിട്ട്. ഇതൊരു ചെയിനൊന്നുമല്ല, ഇവിടെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കടയാണ്. ഇവിടെ നിറച്ച ആൾക്കാരാണ്, അത് കാരണം ഞാൻ ഫുള്ള് വീഡിയോ എടുക്കുന്നില്ല. ഈ ഫ്രെയിമുകൾ നല്ല ഭംഗിയുണ്ട്, കംസ് എസ് എ സെറ്റ്. ഫ്രെയിമിനും ആ മാറ്റും നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. പടം ഐ ഡോണ്ട് റിയലി കെയർ മച്ച്, പക്ഷേ പൈസയുണ്ട്. $20 ഓരോ ഫ്രെയിമിനും. നോട്ട് ഷുവർ ഇഫ് ദാറ്റ്സ് വർത്ത് ഇറ്റ്. ഇവിടെ വേറെ കുറേ ആർട്ട് വർക്ക് ഒക്കെ ഉണ്ട്. നത്തിങ് ഇസ് catching my eye. ഫർണിച്ചറും ഇതൊന്നും എൻ്റെ സ്റ്റൈലല്ല, ബട്ട് ഇഫ് പീപ്പിൾ ലൈക്ക് ഇറ്റ്, ദീസ് ആർ ഓൾ ഗുഡ് ക്വാളിറ്റി. ത്രിഫ്റ്റ് സ്റ്റോഴ്സിൻ്റെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അവർ ഏത് കമ്മ്യൂണിറ്റിയിൽ ആണ് ഉണ്ടാവുക, അവിടുത്തെ ആൾക്കാർ മെയിനായിട്ട് ഡൊണേറ്റ് ചെയ്യുന്നതാണ്, എസ്പെഷ്യലി ലോക്കൽ ത്രിഫ്റ്റ് സ്റ്റോറുകൾ. ആ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരുടെ ലിവിങ് സ്റ്റാൻഡേർഡ്സ് എന്താ, ഇത്തിരി പോഷ സ്ഥലമാണെങ്കിൽ കുറച്ച് നല്ല പോഷ സാധനങ്ങൾ ഉണ്ടാവും ത്രിഫ്റ്റ് സ്റ്റോറിൽ. എനിക്ക് എപ്പോഴും ത്രിഫ്റ്റ് സ്റ്റോറിൽ നിന്ന് വാങ്ങാൻ ഇഷ്ടമുള്ളൊരു കാര്യം ഈ ബാസ്ക്കറ്റ്സ് ആണ്. എസ്പെഷ്യലി ഈ ഒരു കടയിൽ നല്ല ബാസ്ക്കറ്റ് കിട്ടും, നല്ല ക്വാളിറ്റി ബാസ്ക്കറ്റ് ആണ്. $6, ഡെഫിനറ്റ്ലി ഗുഡ് ഫോർ $6. ഇത് ഇതേ $4 വേറെ. നമ്മൾ ഫ്ലവർ അറേഞ്ചിങ് അല്ലെങ്കിൽ ഇപ്പം ബാത്റൂമിൽ കുറച്ച് ടവൽസ്, നമ്മുടെ ക്രീമുകളൊക്കെ വയ്ക്കാൻ അങ്ങനെയൊക്കെ ഉപയോഗിക്കാം. ഈ ഒരു ലാമ്പും ഡ്രസ്സറും എൻ്റെ സ്റ്റൈലല്ല, ബട്ട് ഇഫ് ദിസ് ഇസ് സംബഡി സ്റ്റൈൽ, ഡെഫിനറ്റ്ലി നല്ല ക്വാളിറ്റിയാണ്. ഡ്രസ്സറും റീഫിനിഷ് ചെയ്ത് പെയിന്റ് അടിക്കാനോ അല്ലെങ്കിൽ റീസ്റ്റെയിൻ ചെയ്യാനായിട്ടോ റിയൽ വുഡ് ആണെന്ന് തോന്നുന്നു കണ്ടിട്ടോ. ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തിട്ടില്ല. ഇവിടെ കുറേ തുണികളുണ്ട്, ആ സെക്ഷനിലേക്ക് ഞാൻ പോകുന്നില്ല. എൻ്റെ പിള്ളേരുണ്ടായിരുന്നെങ്കിൽ അവരിത് അരിച്ച് വർക്ക് ചെയ്യാനേ. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ത്രിഫ്റ്റ് സ്റ്റോറിൽ നിന്ന് തുണി വാങ്ങാനായിട്ട്. പിന്നെ വേറൊരു നല്ല കാര്യം ത്രിഫ്റ്റ് സ്റ്റോറിൽ കിട്ടുന്നത് ലാമ്പുകളാണ്. നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് പ്ലഗ് ഇൻ ചെയ്ത് നോക്കാൻ പറ്റും. ഇത് പക്ഷേ ഒന്നും അത്ര നല്ലതായി തോന്നുന്നില്ല. ഈ കാണുന്ന ബ്ലാക്ക് ഇസ് നോട്ട് ബാഡ്. പിന്നെ വേറെന്താ, അത്ര നല്ലതായി തോന്നണില്ല കേട്ടോ ഇവിടെ. പിന്നെ വേറെ കാര്യം, ഈ ഡിഷസ് ആണ്. ഡിഷസ് ഇതുപോലെ തന്നെ റിലേറ്റീവ്ലി ന്യൂ ആയ നല്ല ഡിഷസ് ഒക്കെ കിട്ടും. ബേക്ക് വെയർ കിട്ടും. ഇതൊക്കെ കണ്ടില്ല, നല്ല ട്രേ ആണ്. ഇതൊക്കെ ഹാർഡ്ലി യൂസ്ഡ് ആണ് ഇതൊക്കെ. പിന്നെ ഇത് കണ്ടോ, എനിക്ക് ഓർമ്മ വന്നെന്താ അറിയോ, നമ്മളെ ക്യാപിറ്റൽ വൺ ലൗഞ്ചിൽ അവർ ഷ്രിംപ് ആൻഡ് ഗ്രിറ്റ്സ് ഇങ്ങനത്തെ കാസ്റ്റ് ആൻഡ് പാനിലാണ് തരാം. നല്ല ഭംഗിയില്ലേ, കുഞ്ഞ് കാസ്റ്റ് ആൻഡ് പാൻ. ഇത് ഒന്ന് സൂപ്പൊക്കെ വെക്കുന്ന ബോളാണെന്ന്, സൂപ്പ് ടൊറീൻ എന്നാണെന്ന് പറയുന്നതിന്. ഇത് നല്ല ക്വാളിറ്റിയാണേ. പിന്നെ വില എനിക്ക് കാണാൻ പറ്റില്ല എത്രയാണ്. ഈ പാത്രങ്ങളൊക്കെ നല്ലതാണ്. ഇൻ കേസ് യു ഓൾറെഡി ഹാവ് എ ലിഡ് ഫോർ ദീസ് ആർ ഓൾ ഗുഡ്. ഈ പാൻ റിലേറ്റീവ്ലി ന്യൂ ആണ്, ചെറിയ ഉപയോഗിച്ച പോലെ തോന്നുന്നുണ്ട്, പക്ഷെ $5 നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ അതിന്. ഈ ക്യാൻഡിൽ സ്റ്റിക്ക് നല്ല ക്യൂട്ട് അല്ലേ. ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് ഒരു ഡെക്കറേറ്റിംഗ് സ്റ്റൈൽ ഉണ്ട്, ഗ്രാൻഡ് മാ കോർ അല്ലെങ്കിൽ കോട്ടേജ് കോർ എന്ന് പറഞ്ഞാൽ. അതിന് പെർഫെക്റ്റ് ആണ്. നിങ്ങൾക്ക് ഫ്ലവേഴ്സ് ഒക്കെ ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ നോർമലി കാണാത്ത ഒരു ക്യാൻഡിൽ സ്റ്റിക്ക്. ഇത് വേറൊരു ക്യാൻഡിൽ സ്റ്റിക്ക്, ക്രിസ്റ്റൽ അല്ല, ഗ്ലാസ് ആണ്. $3, ക്രിസ്റ്റൽ ലുക്കുള്ള ഗ്ലാസ്. ഇതും വേറൊരു നല്ല സാധനം കേട്ടോ ത്രിഫ്റ്റ് സ്റ്റോറിൽ നിന്ന് വാങ്ങാനായിട്ട്. ചെടി വെക്കുന്ന ചട്ടികൾ, പ്ലാന്റേഴ്സ്, യു വിൽ ഗെറ്റ് ഗുഡ് ഡീൽസ് ഓൺ ദോസ്. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇങ്ങനത്തെ ഗ്ലാസിന് സാധനങ്ങൾക്കും സെറാമിക് സാധനങ്ങൾക്കും ചിപ്പ് ഉണ്ടാവും, കണ്ടില്ലേ, അവിടെ ചെറിയൊരു ചിപ്പ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കാനായിട്ട് കേട്ടോ. ഇവിടെ ഈ ഗ്ലാസ് നല്ല ക്യൂട്ടല്ലേ. എഗൈൻ നിങ്ങൾക്ക് ഫ്ലവേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാം, എന്തെങ്കിലുമൊക്കെ കളക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ഈ ബോളും നല്ലതാണ്. ഈ വാസ്, ഇതിൻ്റെ തന്നെ മിൽക്ക് ഗ്ലാസിൻ്റെ വാസ് എൻ്റെ അടുത്ത് എക്സാക്ട് സാധനം തന്നെയുണ്ട്, അതുകൊണ്ട് വാങ്ങുന്നില്ല. അതർവൈസ് ഇവിടെ ബോട്ട് ദിസ് വൺ. ഈ പിക്ചറും നല്ലതാണ് കേട്ടോ. യു കൻ യൂസ് ഇറ്റ് ആസ് എ വാസ്, യു കൻ യൂസ് ഇറ്റ് ആസ് എ പിക്ചർ ഫോർ ഡ്രിങ്ക്സ് വെൻ യു ഹാവ് എ പാർട്ടിയോ വീട്ടിൽ. ഈ ഒരു മഗ് നല്ല ക്വാളിറ്റിയാണ്. ഇതും ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സ്റ്റൈലാണ്. ഈ ഹണ്ടിങ് റാൽഫ് ലോറൻ ഡെക്കറേറ്റിംഗ് സ്റ്റൈലിന് പറ്റിയ ഒരു മഗ്ഗാണിത്. ഈ ട്രേകളും നല്ലതാണ്. ട്രേ ചെറിയ സ്നാക്സ് സെർവ് ചെയ്യാനുള്ള ട്രേ ആയിട്ട് യൂസ് ചെയ്യാം. മോതിരം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കാനായിട്ട് യൂസ് ചെയ്യാം. ചെടിയുടെ അടിയിൽ സോസറായിട്ട് യൂസ് ചെയ്യാം. സ്റ്റോറിൽ നിന്ന് വാങ്ങാൻ പറ്റിയ വേറെ സാധനങ്ങൾ ഹോളിഡേ ഡെക്കോറാണ്. അത് നല്ല ചീപ്പായിട്ട് കിട്ടും. അഗൈൻ അതിന്റെ
ക്വാളിറ്റി നല്ലതാണോ നോക്കിയിട്ട് വേണം വാങ്ങാനായിട്ട് കേട്ടോ. ചിലപ്പോൾ ഈ റീത്ത് കാണുന്നതിൻ്റെയൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ പോയിട്ടുണ്ടാവും. ഇത് കണ്ടോ, ഇത് നല്ലൊരു ടർക്കിയുടെ എൻഗ്രേവിംഗ് ഉള്ള ഒരു താങ്ക്സ്ഗിവിംഗ് ഹോളിഡേ പ്ലാറ്റർ ആണ്. കണ്ടു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആണെന്ന് തോന്നും, പക്ഷെ അറ്റത്തൊരു ചിപ്പ് ഉണ്ട്. കുറച്ച് വാസസ് ഒക്കെ ഉണ്ട്. ഇതിനൊന്നും പൈസ ഒന്നും എനിക്ക് അത്ര വലിയ കുറവായിട്ടൊന്നും തോന്നിയില്ല. അഗൈൻ നൺ ഓഫ് ദിസ് ഇസ് മൈ സ്റ്റൈൽ, ഓർ എനിക്ക് എൻ്റെ ആവശ്യമില്ല. ഇത് ഡെക്കറേറ്റീവ് പ്ലേറ്റ്സ് ഒരു 3 സെറ്റ് നല്ല ഭംഗിയുണ്ട് കേട്ടോ, നമ്മൾ പ്ലേറ്റ് വോളൊക്കെ ചെയ്യുകയാണെങ്കിൽ. പിന്നെ എനിക്ക് ഈ ഒരു വാസറ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ദിസ് ഇസ് ടോട്ടലി മൈ സ്റ്റൈൽ, പക്ഷെ എനിക്ക് ഇതിൻ്റെ ആവശ്യമില്ല. എന്താണ് ഷിൻവാസറി ടൈപ്പ് ചെറിയ വാസ് 4 സെറ്റാണ്. $12 അല്ലേ, നല്ല ഭംഗിയില്ലേ. ഈ ഒരു പ്ലേറ്റ് നല്ല ക്യൂട്ടാണ്, $2 മെയ്ഡ് ഇൻ ജപ്പാൻ. ഇതും നല്ലൊരു വെർജീനിയയുടെ ഒരു ചെറിയ എഗ് ഹോൾഡറാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് ഫുൾ മിൽക്ക് ഗ്ലാസിൻ്റെ സെക്ഷനാണ്. ഇവിടെയും കുറേ നല്ല സാധനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വാസായിട്ടും പിക്ചറായിട്ടും ഓരോ നിക് നാക്സ് ഒക്കെ ഹോൾഡ് ചെയ്യുന്ന ടൈപ്പ് ബോളൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ചട്ടിയായിട്ട് വയ്ക്കാം ഈ ഒരു വാസൊക്കെ. മിൽക്ക് ഗ്ലാസ് വാസ് വെരി ചീപ്പ് മേ ബി 10 years ago. എൻ്റെ അടുത്ത് കുറേ മിൽക്ക് ഗ്ലാസിൻ്റെ സാധനങ്ങളുണ്ട്. മിൽക്കിൻ്റെ പോലത്തെ കളറുള്ള ഗ്ലാസ്സിലാണ് മിൽക്ക് ഗ്ലാസ് എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോൾ ഇത് ഭയങ്കര പോപ്പുലറായിട്ട് പൈസ കൂടിയിട്ടുണ്ട്. ഈ ഒരു ബോൾ നല്ലതാണ്. പിന്നെ ഈ ക്യാൻഡിൽ ഹോൾഡേഴ്സ് കെയിം ആസ് എ സെറ്റ്, $3 ഈച്ച്, പഴയ ടൈപ്പ്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ വേറൊരു സാധനം ഇവിടെ നിന്ന് വാങ്ങാൻ ഏറ്റവും നല്ലത് കേക്ക് സ്റ്റാൻഡ് ആണ്. അഗൈൻ $8. ദിസ് ഇസ് റിയലി ഗുഡ് ഡീൽ. ഐ തിങ്ക് ദിസ് ഇസ് 6. ബോത്ത് ആർ റിയലി ഗുഡ്. പിന്നെ ഈ ഒരു ആർട്ട് വർക്ക് ഉണ്ടോ, ഇത് ഇങ്ക് പെയിന്റിങ് $100. ഇതിന്റെ ഓതന്റിസിറ്റി എങ്ങനെ വാലിഡേറ്റ് ചെയ്യുന്ന ഒരു ഐഡിയ ഇല്ല, പക്ഷെ ലുക്സ് റിയലി ഗുഡ്. ഇത് കണ്ടോ, ഇതൊരു 19th century oil on board ആണ്, $300. Again they are saying that this is validated by somebody, പക്ഷെ എന്നാലും ഇതിൻ്റെ ഓതന്റിസിറ്റി എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഇതൊരു ഇൻട്രസ്റ്റിംഗ് സാധനമായിരുന്നു കണ്ടത്. ഇത് നമ്മുടെ ഗ്രാൻഡ് ഫാദർ ക്ലോക്കിൻ്റെ വെയിറ്റ് ആണ്. സെറ്റ് ഓഫ് 3, $45. നല്ല ഹെവിയാണ് കേട്ടോ. ഇത് ചുമ്മാ ഒരു ക്യൂരിയോ ഐറ്റം പോലെ ഉള്ളൂ. ഈ സ്വാൻ്റെ വാസ് നല്ല ക്യൂട്ടായിട്ടുണ്ട്. പിന്നെ എനിക്ക് ഒരു ഗ്ലാസിൻ്റെ ബോളിൻ്റെ ആവശ്യമുണ്ട്. അപ്പം ഇവിടെ അതേ 2 താഴെ കണ്ടു. ഒരു ക്രിസ്റ്റലിൻ്റെ ഗ്ലാസ്സിനാണ് എനിക്ക് ആവശ്യം. ഇത് പക്ഷെ ക്രിസ്റ്റൽ അല്ല, ക്രിസ്റ്റൽ ലുക്കുള്ള കട്ട് ഗ്ലാസ് ആണ്. നല്ല വെയിറ്റ് ഉണ്ട്. ദീസ് ആർ റിയലി ഗുഡ്. പക്ഷേ ഇതല്ല എൻ്റെ മനസ്സിലുള്ള, അതുകൊണ്ട് ഞാൻ ഇത് എടുക്കുന്നില്ല. നല്ല ഭംഗിയിട്ട് കണ്ടും. ശരിക്കും നമുക്ക് ഒന്നല്ലെങ്കിൽ ഫ്ലവർ അറേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് സാധനങ്ങൾ സെർവ് ചെയ്യാനുള്ള ബോളായിട്ടോ ഉപയോഗിക്കാം കേട്ടോ. അങ്ങനെ ഫസ്റ്റ് കട കഴിഞ്ഞു, ഒന്നും വാങ്ങിച്ചില്ല. എൻ്റെ മെയിൻ റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എസ്പെഷ്യലി എനിക്ക് ആവശ്യമില്ലാത്ത സാധനം കണ്ടു കഴിഞ്ഞാൽ ഐ ഔട്ട് ബൈ ഇത് കണ്ടിട്ട് എനിക്കിത് വേണം, എന്തായാലും വേണം, ലൈക്ക് ഐ ലവ് ഇറ്റ് ആഫ്റ്റർ മേ ബി എ ഫ്യൂ മന്ത്സ്. ആ ഒരു ക്വസ്റ്റ്യന് 2 യെസ് കിട്ടിയാൽ മാത്രമേ ഞാൻ സാധാരണ സാധനങ്ങൾ വാങ്ങുള്ളൂ. സ്റ്റോറിൽ മാത്രമല്ല, എന്ത് സാധനവും അതെ, തുണിയൊക്കെ അതെ. അൺലെസ് ഐ എം ലൈക്ക് റിയലി ലവ് ഇറ്റ്, ഐ ഡോണ്ട് ബൈ ഇറ്റ്. അപ്പോൾ ആ ഗ്ലാസ് ബോൾ വേണമെന്നുണ്ടായിരുന്നു കുറേശ്ശെ, അല്ലെങ്കിൽ ആ മിൽക്ക് ഗ്ലാസിൻ്റെ വാസ്. പക്ഷേ വെറും പൂ വയ്ക്കാൻ വേണ്ടി മാത്രം, ഫ്ലവർ അറേഞ്ച്മെൻറ്റിന് വേണ്ടി മാത്രം ഒരു സാധനം ഐ ക്യാൻ യൂസ് ഇറ്റ്. പാർട്ടിയൊക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ വിളമ്പാനൊക്കെ ആയിട്ട്, പക്ഷേ അത്രയ്ക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. എസ്പെഷ്യലി ഇറ്റ് ഇസ് നോട്ട് ക്രിസ്റ്റൽ. ഐ വോണ്ട് എ ക്രിസ്റ്റൽ വാസ്. ആൻഡ് എനിക്കിഷ്ടമുള്ള കുറച്ചും കൂടി ഒരു ഡിഫറെൻറ്റ് ഷേപ്പാണ്. അതുകൊണ്ട് ഐ എം നോട്ട് കോംപ്രമൈസിങ്, ഐ വുഡ് റാദർ വെയിറ്റ്. അപ്പോൾ ഒരു കടയും കൂടി ഉണ്ട്, അതും കൂടി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഈ കടയുടെ പേര് സാൽവേഷൻ ആർമി എന്നാണ്. ഇതൊരു ചെയിൻ ത്രിഫ്റ്റ് സ്റ്റോറാണ്. US ഓൾമോസ്റ്റ് എല്ലാ സൈറ്റിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. 10 കൊല്ലം മുന്നേ ഞാൻ ഇവിടുത്തെ സ്ഥിരം കുറ്റിയായിരുന്നു. എവറി അതർ മന്ത് ഒന്നും വാങ്ങിച്ചില്ലെങ്കിലും വെറുതെ വായി നോക്കാനെങ്കിലും വരും. എനിക്ക് കുറേ DIY ഐഡിയാസ് ഇങ്ങനെ ഇതിൽ കൂടി ഇങ്ങനെ നടന്ന് കഴിയുമ്പോൾ കിട്ടും. അതിനായിരുന്നു മെയിനായിട്ട് വന്നുകൊണ്ടിരുന്നത് വ്ളോഗൊക്കെ ചെയ്യുന്ന സമയത്ത് പ്രോജക്റ്റിന് വേണ്ടിയിട്ട്. ഇപ്പം പക്ഷേ ഈ കട ഭയങ്കര ഫേമസ് ആണ്. ഇവിടുത്തെ റീസെല്ലേഴ്സിൻ്റെ അടുത്ത് നമ്മൾ ആൾക്കാർ ഇവിടെ നിന്ന് വന്ന് വാങ്ങിച്ചിട്ട് ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിലും അവിടെയൊക്കെ സ്ഥലങ്ങളിൽ പോയിട്ട് വിൽക്കും. അത് കാരണം ഇത്തിരി പൈസ കൂടിയിട്ടുണ്ട് എല്ലാത്തിനും. ഇതൊരു ഒരു ഗോഡൗൺ സ്റ്റൈൽ ടൈപ്പ് ഒരു കടയാണ്. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സെക്ഷൻ ഇതാണ്, പ്ലേറ്റുകളും ഗ്ലാസ്സുകളും. ഇവിടെ കുറേ എനിക്ക് വാസ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഞാൻ ഗ്ലാസ് ബോൾ നോക്കുന്നുണ്ട്, പക്ഷെ അത്ര നല്ലൊന്നും കിട്ടുന്നില്ല. ഇത് പഴയ റെക്കോർഡിലാണ്. റെക്കോർഡ് പ്ലെയർ ഉണ്ടെങ്കിൽ എനിക്കൊന്നും എൻ്റെ മോനിവിടെ വന്നപ്പം അവൻ റെക്കോർഡ് പ്ലെയർ ഉണ്ട്. ഇവിടുന്ന് കുറേ റെക്കോർഡൊക്കെ വാങ്ങിച്ചു വന്ന്. ഏറ്റവും എനിക്കിഷ്ടമുള്ള ഒരു കാര്യം ഈ സ്റ്റോർ എസ്പെഷ്യലി ഇവിടുന്ന് വാങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലേറ്റുകളാണ്. എൻ്റെ അടുത്ത് ആക്ച്വലി ഇതേ പ്ലേറ്റ് തന്നെ ഉണ്ട് ഞാൻ പണ്ട് വാങ്ങിച്ചത്. ഇതൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻഡോർ പ്ലാന്റ്സിൽ ചട്ടിയുടെ അടിയിൽ സോസറായിട്ട് വെക്കാൻ വെള്ളം കളക്ട് ചെയ്യുന്നത്. ഈ പ്ലാസ്റ്റിക് സോസർ വാങ്ങിച്ചു വെക്കുന്നതിനെക്കാട്ടിലും നല്ലതല്ലേ ഇത്രയും നല്ല പ്ലേറ്റ്, സെറാമിക് പ്ലേറ്റ് അടിയിൽ വെക്കുന്നത്. ഇത് നല്ല ഡീലാണ്. ഞാൻ ഇടക്കിടക്ക് വാങ്ങുന്നതാണ്, ഇപ്പം എനിക്ക് ആവശ്യമില്ല. പിന്നെ അത് ഇവിടെയുണ്ട് കേക്ക് സ്റ്റാൻഡൊക്കെ, നല്ല കേക്ക് സ്റ്റാൻഡ്. പിന്നെ ഞാൻ മറ്റേ അടുത്ത് പറഞ്ഞ പോലെ തന്നെ
ചട്ടി ഫോർ യുവർ ചെടീസ്. ഇതും കണ്ടോ നല്ല കുറച്ച് സെലക്ഷൻ ഉണ്ട് ഇവിടെ. ഈ ഒരു ട്രേ പോസിബിൾ DIY പ്രൊജക്റ്റ് ആണ്. എൻ്റെ അടുത്തുള്ള ട്രേകളൊക്കെ വേണമെങ്കിൽ ബ്ലോഗിലെ ലിങ്ക് ആഡ് ചെയ്യാം. ഒക്കെ സ്റ്റോറിന്ന് വാങ്ങിച്ച ട്രേ മേക്ക് ഓവർ ചെയ്തേക്കുന്നതാണ്. ഈ കടയിൽ കുറേ തുണി ആൻഡ് ഷൂ സെക്ഷൻ ഉണ്ട്. ഷൂസ് ഇസ് ലൈക്ക് എ ലോട്ട്. അതുമല്ല നല്ല ക്വാളിറ്റി ഷൂസ് ആണ് ഉണ്ടായിരുന്നത്. കണ്ടോ അത് ഈ കോൺവേഴ്സിന്റെ ഷൂ നല്ലതാണ്. പിന്നെ ദി ഓഫീസ് പംപ്സ്, ഇതൊക്കെ റിലേറ്റീവ്ലി അത്ര യൂസ്ഡ് അല്ലാത്ത സാധനങ്ങളാണ് കേട്ടോ. ഒക്കെ നല്ല ക്വാളിറ്റി സാധനങ്ങളാണ് ഉണ്ടായിരുന്നത്. കണ്ടില്ലേ, ഇതൊക്കെ സൈസ് നോക്കിയില്ല എത്രയാന്ന്. അതിന്റെ ഫ്രണ്ടൊന്നും അത്ര വേറെ ഉണ്ടായിരുന്നില്ല. അടി നോക്കുമ്പോഴാണ് നമ്മൾ ഇത് യൂസ്ഡ് ഷൂ ആണെന്ന് മനസ്സിലാവുന്നത്. ഇതേ കണ്ടോ ഞാൻ പറഞ്ഞ പോലെ ഗോഡൗൺ പോലെ. എനിക്ക് ഇഷ്ടമുള്ള സെക്ഷൻ ദേ ആ ഡോറിന്റെ ബാക്കിലാണ്. ഇവിടെ കുറേ ബുക്സിന്റെ സെക്ഷനാണ്. എൻ്റെ വീടിൻ്റെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ ബുക്സ് ഡെക്കോറായിട്ട് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്ന ഹൈറ്റ് കൂട്ടാനൊക്കെ പല ബുക്കുകളും ഇവിടെ നിന്ന് വന്നേക്കുന്നതാണ്. ഈ ക്യാൻഡിൽ സ്റ്റിക്കും ആസ് ഇസ് ഓൾസോ ഇസ് ഗുഡ്. DIY പെയിന്റ് അടിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇത് തീരെ ഓർഗനൈസ്ഡ് അല്ല, എല്ലാം വലിച്ചുവാരി ഇട്ടേക്കുന്ന പോലത്തെ ഒരു കടയാണ്. പിന്നെയും സീസണൽ ഡെക്കോർ ഹിയർ, എല്ലാം ഫോളിന്റെ ഡെക്കോറാണ് കണ്ട മെയിനായിട്ട്. ഈ കടയിൽ നിന്ന് ഞാൻ ലാമ്പ് വാങ്ങിയിട്ടുണ്ട്, ലാമ്പ് ഷെയ്ഡും വാങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒന്നും അത്ര നല്ല സെലക്ഷൻ കാണുന്നില്ല. അത് ഇത് കണ്ട ഈ ബ്രാസ് സാധനം യു ക്യാൻ ഈദർ യൂസ് ഇറ്റ് ആസ് ലൈക്ക് ദിസ് ഓർ ഇത് പെയിന്റ് അടിച്ചിട്ട് ഈ ഒരു കളർ മാറ്റി നല്ലൊരു പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് പോസിബിൾ പെയിന്റ് അടിക്കാം. ചെയ്തിട്ടുണ്ടതിന് മുമ്പ് അത് ഞാൻ ലിങ്ക് ചെയ്യാം കേട്ടോ. ബേസിന് നല്ല ഷേപ്പ് ഉണ്ട്. ഇതിനും അതെ. ഈ ഒരു സെക്ഷനിൽ ഫർണിച്ചറും ആർട്ടുമാണ്. ആർട്ടാണ് ഞാൻ ഈ കടയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വാങ്ങിച്ചേക്കുന്നത്. ആർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ഫ്രെയിമാണ്. ഇതിനുള്ളിൽ ആർട്ട് പീസ് ഒക്കെ ഉണ്ടാവും. അതൊന്നും അത്ര വലിയ നല്ലതായിരിക്കില്ല. പക്ഷെ ഫ്രെയിമുകൾ നല്ല കിട്ടിയിട്ടുണ്ട് എനിക്ക് ഇവിടുന്ന്. ഈ ഒരു ഫ്രെയിം ദിസ് ഇസ് ഓക്കെ, ഇറ്റ് ഹാസ് എ ഗുഡ് മാറ്റ് ആസ് വെൽ. ആ ഫ്രെയിം വേണമെങ്കിൽ നമുക്ക് പെയിന്റും ചെയ്യാം. ഇതൊരു പ്രിന്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റാൽഫ് ലോറൻ ഡെക്കോറിൽ കുതിര ഹണ്ടിങ് അതൊക്കെ ഭയങ്കര പോപ്പുലർ ആണ്. സോ ദിസ് ഇസ് എ ഗുഡ് വൺ ഫോർ ദാറ്റ്. ഫ്രെയിം ഇത്തിരി ഒന്ന് പൊലിപ്പിച്ചെടുക്കണം. ഇവിടെ കുറെ നല്ല ഫ്രെയിം കാണുന്നുണ്ട്. ആർട്ട് വർക്ക് ഭയങ്കര ട്രഡീഷണൽ ആർട്ട് വർക്ക് ആണ്. പക്ഷേ അതെടുത്ത് നമുക്ക് സ്വിച്ച് ചെയ്യാം. ബട്ട് ദ ക്വാളിറ്റി ഓഫ് ദ ഫ്രെയിംസ് ആർ റിയലി ഗുഡ്. പിന്നെ അതെ ഈ കാണുന്ന ഫ്രെയിം അല്ലേ, ഈ ഒരു ഇത്തിരി മോഡേൺ ലുക്കുള്ള, ഞാൻ ഇതിന്റെ പല ബ്ലാക്ക് ഔട്ട്ലൈനുള്ള ഫ്രെയിമുകൾ വാങ്ങിച്ചിട്ടുണ്ട്. മാറ്റ് അല്ല പറയുന്നത്, ഫ്രെയിമിന്റെ കളർ തന്നെ ബ്ലാക്ക്. ദാറ്റ്സ് എ വെരി മോഡേൺ ലുക്ക്. എന്റെ പൗഡർ റൂമിലൊക്കെ ഉള്ള ഫ്രെയിമുകളൊക്കെ സ്ട്രിപ്പ് സ്റ്റോറിനാണ്. നമ്മൾ നോക്കുമ്പോൾ ഫ്രെയിമിന്റെ കണ്ടീഷൻ നോക്കണം, അതിന്റെ ക്വാളിറ്റി നോക്കണം, പിന്നെ മാറ്റിന്റെ നോക്കണം. മാറ്റ് ആക്ച്വലി നമുക്ക് പെയിന്റ് ചെയ്യാം. അതും ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ കളർ മാറ്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിന് മുകളിൽ വെറും അക്രൈലിക് പെയിന്റ് അടിച്ചാൽ മതി. ഇതാണ് ഞാൻ പറഞ്ഞത് ബ്ലാക്കും വൈറ്റും ഫ്രെയിം. പക്ഷെ ഇതിന്റെ ക്വാളിറ്റി അത്ര കൊള്ളൂല, വെറും പാർട്ടിക്കൽ ബോർഡാണ്. ഇത് വേറൊരു ഫ്രെയിം വിച്ച് ഇസ് ഓക്കെ. ഇതും നല്ല ക്യൂട്ട് ഫ്രെയിമാണ്. ഇതിന്റെ ഉള്ള സാധനം ഒന്നും ഉപയോഗിക്കണ്ട. യു ക്യാൻ സ്വിച്ച് ഔട്ട് ദി ആർട്ട് വർക്ക്, യു ക്യാൻ പുട്ട് എ ഫോട്ടോ. ഇത് നല്ലൊരു ആർട്ട് വർക്ക് ആണ്. പെയിന്റിങ്ങിന്റെ സ്റ്റൈൽ അല്ലെങ്കിലും ഫ്രെയിം ദിസ് ഇസ് എക്സാക്ട്ലി ലൈക്ക് വൺ ഓഫ് ദ ഫ്രെയിംസ് ദാറ്റ് ഐ ഗോട്ട്. പണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, ഞാൻ പണ്ട് റെനോറിന്റെ പെയിന്റിങ് ഞാൻ വരച്ചത് ഫ്രെയിം ചെയ്തേക്കുന്ന ഇതുപോലൊരു ഫ്രെയിമാണ്. ഇതൊരു ക്യാൻവാസ് വെക്കാൻ പറ്റുന്ന ഫ്രെയിമാണ്. അപ്പം എനി ക്യാൻവാസ് ദാറ്റ് യു ഹാവ് യു ക്യാൻ സ്വിച്ച് ഇറ്റ് ഔട്ട്. ഗാലറി വോൾ എങ്ങനെ ചെയ്യാന്നുള്ള വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ആ ഫ്രെയിമും ആ ആർട്ടും. ഇത് വേറൊരു ആർട്ട് വർക്കും ഫ്രെയിമും. ഈ ഫ്രെയിമിന്റെ കളർ എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ ഇത്രയും ഡീറ്റെയിൽ ഉള്ള ഫ്രെയിമൊക്കെ ഇപ്പൊ വാങ്ങണമെങ്കിൽ ഭയങ്കര പൈസയാണ്. അതാണ് ത്രിഫ്റ്റ് സ്റ്റോറിന്റെ ഗുണം. ഈ ആർട്ട് വർക്ക് ഓക്കെ, പക്ഷെ എന്നാലും ആ ഫ്രെയിമിന്റെ കളറൊക്കെ മാറ്റി കഴിഞ്ഞാൽ ചിലപ്പം ഇതിനെ നന്നാക്കി എടുക്കാൻ പറ്റുമായിരിക്കും കേട്ടോ. ഇതൊരു നല്ല മിററാണ്. DIY പ്രോജക്ട് ബിക്കോസ് പെയിന്റൊക്കെ പോയിട്ടുണ്ട്. ഫേർണിച്ചറിന്റെ സൈഡിൽ ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല ബിക്കോസ് വി ഡോണ്ട് നീഡ്. കുറച്ച് ചെയർ ഒക്കെ ഉണ്ട്. റീഅപ്പോൾസ് ചെയ്യാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇതൊക്കെ പോസിബിൾ പ്രൊജക്ട്സ് ആണ്. സെയിം തിങ് വിത്ത് സൈഡ് ടേബിൾസ് നമുക്ക് പെയിന്റ് അടിച്ച് മാറ്റിയെടുക്കാൻ പറ്റുമെങ്കിൽ. ഇവിടുത്തെ ബാസ്ക്കറ്റിന്റെ സെലക്ഷൻ അതൊന്നും നല്ലതല്ല. ഇത് കണ്ടോ നമ്മുടെ കേരള തൊപ്പി. കേരളയിൽ പാവപ്പെട്ട ആൾക്കാർ വെക്കുന്നത് തൊപ്പിയുടെ വേറെ വേഷനാണ് ഇത്. പക്ഷെ അവരുടെ തൊപ്പിയുടെ സൈസ് അല്ല കേട്ടോ. എനിക്കൊന്ന് വിയറ്റ്മീസ് ആ റൈസ് ഫാമേഴ്സ് ഒക്കെ വെക്കുന്ന ടൈപ്പ് തൊപ്പിയാണ്. ഇതൊരു 2 ഉണ്ടായിരുന്നു ഇവിടെ. അപ്പൊ അതും കഴിഞ്ഞു. ഒന്നും വാങ്ങിയില്ല, വിച്ച് ഇസ് ഓക്കെ. ബിക്കോസ് ത്രിഫ്റ്റ് സ്റ്റോർ ഷോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിറ്റ് ഓർ മിസ് ആണ്. അതുമല്ല ഞാനൊരു ഫ്രൈഡേ വന്നത് മിക്കവാറും എല്ലാ സാധനങ്ങളും ഈ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിന് റീസെല്ലേഴ്സ് വന്നിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ടാവും. അതാണ് നല്ല സാധനമൊന്നും കാണാൻ. ബട്ട് അറ്റ്ലീസ്റ്റ് ഐ ഹോപ്പ് you got some ideas on what you can buy and maybe possibly DIY projects ന്റെ ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ത്രിഫ്റ്റ് സ്റ്റോറിൽ പോയിട്ട് എന്തൊക്കെയാണ് ഷോപ്പ് ചെയ്യുന്നതെന്നൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ആഴ്ച വേറെ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.